ഹലോ ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കമ്പനി അക്കൗണ്ട്സിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 പാർട്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇഷ്യൂ ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കോൾസ് ഇൻ അരിയേഴ്സ്. എന്താണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് മേ സോ ഹാപ്പൻ ദാറ്റ് സം ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദ എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾസ് ഡ്യൂ ഓൺ ദി ഷെയർസ് ഹെൽഡ് ബൈ ദം. ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ അടക്കാതെ വരുമ്പോഴാണ് കോൾസ് ഇൻ അരിയേഴ്സ് സംഭവിക്കുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സ് അടച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ അടക്കാത്ത ആ ടോട്ടൽ എമൗണ്ടിനെ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വിളിക്കാം. The total amount of such unpaid amount on account of one or more installment is known as calls in arrears or unpaid calls. For example, A Limited 1 lakh ഷെയർസ് ഇഷ്യൂ ചെയ്തു അറ്റ് ₹10 each. 10 രൂപയുടെ 1 lakh ഷെയർസ് ഇഷ്യൂ ചെയ്തു. അതിൽ അപ്ലിക്കേഷന് 3, അലോട്ട്മെൻറ്റ് 3, കോൾ മണി 4. ഓക്കെ, അങ്ങനെയാണ് ഈ 10 രൂപയുടെ ഷെയർസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു മിസ്റ്റർ എ എന്ന വ്യക്തി അദ്ദേഹം 500 ഷെയർ വാങ്ങി. 500 ഷെയർ വാങ്ങിയിട്ടുണ്ട്, അപ്ലിക്കേഷന് കൊടുത്തു. എന്നിട്ട് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിട്ട് അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല എങ്കിൽ ഇവിടെ അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? അറ്റ് ₹3. അങ്ങനെയാണെങ്കിൽ 500 × 3 എത്ര വരും? 1500. ഓക്കെ, അപ്പോൾ 1500 എന്താണ്? കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ ഇനി കോൾ മണിയോ ആകട്ടെ, ഇത് ഡ്യൂ ആയിട്ടും അടച്ചിട്ടില്ല എങ്കിൽ ആ അടക്കാത്ത എമൗണ്ടിനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ എക്സാമ്പിളിൽ മിസ്റ്റർ എ 500 ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല. അതേപോലെ വേറെ ഷെയർ ഹോൾഡറാണ് മിസ്റ്റർ ബി. മിസ്റ്റർ ബി 1000 ഷെയർസ് അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റ് പണിയും പേ ചെയ്തു. എന്നിട്ട് കോൾ മണി ആയിട്ടുള്ള 4 രൂപ പേ ചെയ്തിട്ടില്ല, ഡ്യൂ ആയിട്ടും അടച്ചിട്ടില്ല. അപ്പോൾ കോൾ മണി എത്രയാണ്? 4 രൂപയാണ്. 1000 ഷെയർസിന് 4 രൂപ മിസ്റ്റർ ബി അടച്ചിട്ടില്ല എങ്കിൽ, പേ ചെയ്തിട്ടില്ല എങ്കിൽ, അപ്പോൾ മിസ്റ്റർ ബിയെ സംബന്ധിച്ചിടത്തോളം കോൾസ് ഇൻ അരിയേഴ്സ് എത്ര വരും? 4000 വരും. അപ്പോൾ ടോട്ടൽ കോൾസ് ഇൻ അരിയേഴ്സ് എത്ര വരാം? 1500 അലോട്ട്മെൻറ്റ് മണി എ അടക്കാത്തതും, ബീൻ്റെ കോൾസ് ഇൻ അരിയേഴ്സ് ബി എത്ര രൂപ? 4 രൂപ വെച്ചിട്ട് കോൾ മണി അടച്ചിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4000 ബീൻ്റെ കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ ടോട്ടൽ 5500 എന്ത് വരും? കോൾസ് ഇൻ അരിയേഴ്സ് വരും, അല്ലെങ്കിൽ അൺപെയ്ഡ് കോൾസ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ കോൾ മണിയോ ഡ്യൂ ആയിട്ടും അടച്ചിട്ടില്ല എങ്കിൽ ആ അടക്കാത്ത ടോട്ടൽ എമൗണ്ടിനെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കോൾസ് ഇൻ അരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഔട്ട്സ്റ്റാൻഡിങ് അസറ്റാണ്. ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ് ആവാൻ കാരണം എന്താണ്? എമൗണ്ട് ഡ്യൂ ആയിട്ടും പേ ചെയ്തിട്ടില്ല. സോ കോൾസ് ഇൻ അരിയേഴ്സ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ അതൊരു അസറ്റാണ്. പക്ഷേ ഈ അസറ്റ്, ഈ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ടുള്ള ഈ അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. പകരം ലാബിലിറ്റി സൈഡിലെ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും ഈ എമൗണ്ട് അഥവാ കോൾസ് ഇൻ അരിയേഴ്സ് കുറക്കും, ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ക്ലിയർ? അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് അസറ്റായിട്ട് കാണിക്കില്ല, പകരം ലാബിലിറ്റി സൈഡിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കോൾസ് ഇൻ അരിയേഴ്സ് ലെസ് ചെയ്ത് കാണിക്കും. ഓക്കെ, ദ ഡെബിറ്റ് ബാലൻസ് ഇൻ ദി അലോട്ട്മെൻറ്റ് ഓർ കോൾ അക്കൗണ്ട് ഇൻഡിക്കേറ്റ് ദി കോൾസ് ഇൻ അരിയേഴ്സ്. It is not shown as an asset but as a
ഡിഡക്ഷൻ ഫ്രം ദി കോൾഡ് അപ്പ് ക്യാപിറ്റൽ ടു അറൈവ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കോൾസ് ഇൻ അരിയേഴ്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് അസറ്റ് സൈഡിൽ കാണിക്കില്ല, പകരം കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കോൾസ് ഇൻ അരിയേഴ്സ് ലെസ് ചെയ്തിട്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റലായിട്ടാണ് കാണിക്കാറ്. ക്ലിയർ. ഇനി ഒരു കമ്പനി കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ, കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് കീപ്പ് ചെയ്യൽ നിർബന്ധമില്ല, അഥവാ ഒരു കമ്പനി കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ ജേർണൽ എൻട്രി എന്ത് വരും? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ഓർ ഷെയർ കോൾസ്. ഓക്കെ, അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ എന്തുകൊണ്ടാണ് കോൾസ് ഇൻ അരിയേഴ്സ് ഡെബിറ്റ് ചെയ്തത്? അത് അസറ്റാണ്. ഓക്കെ, അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ അത് അസറ്റ്. ടു ഷെയർ അലോട്ട്മെൻറ്റ്, ഏത് അലോട്ട്മെൻറ്റ് മണിയാണ് കിട്ടാത്തതെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയും, കോൾ മണിയാണ് കിട്ടാത്തതെങ്കിൽ കോൾ മണി. ഓക്കെ, അപ്പോൾ എൻട്രി എന്താണ്? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് ഓർ ഷെയർ കോൾ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ജേർണൽ എൻട്രി ക്ലിയർ ആയി. ഇനി ഒരു ക്വസ്റ്റ്യനിൽ കോൾസ് ഇൻ അരിയേഴ്സ് സംഭവിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ജേർണൽ എൻട്രീസും എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? കോൾസ് ഇൻ അരിയേഴ്സ് ക്യാൻ ബി ഡീൽ വിത്തിൻ 2 ways. By not opening a separate account for calls in arrears. Next one, by opening a separate account for calls in arrears. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ലിമിറ്റഡ് കമ്പനി മെയ്ഡ് ഫസ്റ്റ് കോൾ ഓഫ് ₹2 per share ഓൺ 10,000 ഇക്വിറ്റി ഷെയർസ്. അതിൽ എ ഷെയർ ഹോൾഡർ ഹാവിംഗ് 500 ഷെയർസ് failed to pay call amount. Pass journal entries in the books of the company when not opening separate account for calls in arrears. And B case എന്താ പറഞ്ഞിട്ടുള്ളത്? ഓപ്പണിങ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് തന്നെ ജേർണൽ എൻട്രി എഴുതാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? എ ലിമിറ്റഡ് കമ്പനി എന്ത് ചെയ്തു? ഫസ്റ്റ് കോൾ വിളിച്ചു. ഫസ്റ്റ് കോളിൻ്റെ വാല്യൂ എത്രയാണ്? 2 per share ആണ്. അങ്ങനെ 1000 ഇക്വിറ്റി ഷെയറിൻ്റെ ഫസ്റ്റ് കോള് ₹2 വീതം വിളിച്ചു. പക്ഷേ അതിൽ 500 ഷെയർ കയ്യിലുള്ള ഒരു ഷെയർ ഹോൾഡർ കോൾ മണി പേ ചെയ്തിട്ടില്ല. അപ്പോൾ കോൾ മണി ഡ്യൂ ആയിട്ടും കോൾ മണി പേ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? കോൾസ് ഇൻ അരിയേഴ്സ് സംഭവിക്കും. അപ്പോൾ നമ്മളവിടെ എന്താ പറഞ്ഞുള്ളത്? പാസ് നെസസറി ജേർണൽ എൻട്രീസ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമ്മൾ ജേർണൽ എൻട്രി നമുക്ക് തയ്യാറാക്കാം. ഒന്ന്, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതാം. ഇനി സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതുക എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് കേസ്, നോ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺ ഫോർ കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് എഴുതാമെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 10,000 ഇക്വിറ്റി ഷെയർസിൻ്റെ കോൾ മണി വിളിച്ചു. കോൾ മണി ഡ്യൂ ആയി. അപ്പോൾ കോൾ മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താ വരിക? ഷെയർ, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ? സാധാരണ നമ്മൾ എഴുതുന്ന എൻട്രി തന്നെയാണ് എഴുതി. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10,000 അല്ലേ? 10,000 ഇക്വിറ്റി ഷെയർസ്. എൻ്റെ കോൾ മണിയുടെ വാല്യൂ എത്രയാണ്? ₹2. സോ 10,000 × 2 20,000. ഓക്കെ, ഇനി ആ 10,000-ൽ 500 ഷെയർ കയ്യിലുള്ള ഒരു ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല? കോൾ മണി അടച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അടക്കാത്ത കോൾ മണിയുടെ എമൗണ്ട് എത്രയാകും? 500 × 2 ദാറ്റ് ഈസ് 1000. അപ്പോൾ 500 ഷെയർ കയ്യിലുള്ള ഒരു ഷെയർ ഹോൾഡർ കോൾ മണി ആയിട്ടുള്ള ₹2 അടച്ചിട്ടില്ല. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് എത്രയാണ് വരിക? 1000 രൂപയാണ് കോൾസ് ഇൻ അരിയേഴ്സ് വരിക. അപ്പോൾ നമ്മളിവിടെ എഴുതിയത് എന്തായിരുന്നു? കോൾ മണി ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി എഴുതി. എന്താ എൻട്രി വരിക? ഷെയർ, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഈ കോൾ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്.
അപ്പോൾ എമൗണ്ട് എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കുക, ഇവിടെ എത്രയാണ് എമൗണ്ട് എഴുതുക? 19,000 ആണ് എഴുതുക. കാരണം മൊത്തം എമൗണ്ട് ഡ്യൂ ആയിട്ടുള്ള എത്രയാണ്? 20,000 ആണ്. അതിൽ 1000 രൂപ കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. അപ്പോൾ ആ 1000 രൂപ ലെസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ടാണ് ബാങ്കിലേക്ക് റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ ബാങ്കിലേക്ക് എത്ര കിട്ടുക? 19,000. അപ്പോൾ നമ്മൾ എൻട്രി എന്ത് എഴുതും? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ദാറ്റ് ഈസ് 19,000. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട്, കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പിന്നെ കോൾസ് ഇൻ അരിയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? കോൾസ് ഇൻ അരിയേഴ്സ് എമൗണ്ട് കുറച്ചിട്ട് ഡയറക്റ്റായിട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര വരിക? കോൾസ് ഇൻ അരിയേഴ്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള ഏതാണ് വരിക? ദാറ്റ് ഈസ് 19,000 ആണ് വരിക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്, സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് ടു ബി ഓപ്പൺ ഫോർ കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സിന് ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോൾ അവിടെ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതുക എന്നുള്ളതാണ്. സെയിം എൻട്രി തന്നെയാണ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എങ്ങനെ? കോൾ മണി ഡ്യൂ ആകുമ്പോൾ, കോൾ മണി ഡ്യൂ ആയിട്ടുള്ള എത്രയാണ്? 20,000 ആണ് അല്ലേ? 10,000 ഇക്വിറ്റി ഷെയർസിൻ്റെ കോൾ മണി ആയിട്ടുള്ള 2 രൂപ. അപ്പോൾ 10,000 ഇൻറ്റു 2 20,000. ഓക്കെ. അപ്പോൾ ഡ്യൂ ആയിട്ടുള്ള എൻട്രി എഴുതി 20,000. ബാങ്കിലേക്ക് എത്രയാണ് വരിക? ഇനി റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ്. അപ്പോൾ ബാങ്കിലേക്ക് റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ വരിക? അല്ലെങ്കിൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ. ഇവിടെ ശ്രദ്ധിക്കുക, എത്രയാണ് ബാങ്കിലേക്ക് വരുള്ളൂ? കോൾസ് ഇൻ അരിയേഴ്സ് കിട്ടാത്ത എമൗണ്ട് ആണ്. അപ്പോൾ അത് എന്തായാലും കിട്ടില്ല. അപ്പോൾ ബാങ്കിലേക്ക് എത്ര വരുള്ളൂ? കോൾസ് ഇൻ അരിയേഴ്സ് എമൗണ്ട് കുറച്ചിട്ടുള്ള, ദാറ്റ് ഈസ് 19,000 ആണ് ബാങ്കിലേക്ക് വരുള്ളൂ. അപ്പോൾ ബാങ്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എഴുതി ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചതാണ്. ഇനി കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി എഴുതണം. അപ്പോൾ എന്താ എൻട്രി വരിക? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഓക്കെ. കോൾസ് ഇൻ അരിയേഴ്സ് എത്രയാണ്? 1000. എങ്ങനെയാണ് 1000 വന്നത്? 500 ഷെയർ ഹോൾഡറുള്ള 500 ഷെയർസ് കയ്യിലുള്ള ഒരാൾ 2 രൂപ ആയിട്ടുള്ള കോൾ മണി അടച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1000 അല്ലേ? അപ്പോൾ ഈ 1000 എന്താണ്? അടക്കാത്ത എമൗണ്ട് 1000 കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ എൻട്രി എന്ത് എഴുതാം? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് കോൾ ആണ് കിട്ടാത്തത്, അതുകൊണ്ടാണ് ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ എഴുതിയത്. ഇനി അലോട്ട്മെൻ്റ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് എഴുതും. ഫൈനൽ കോൾ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ. അങ്ങനെ ഏതാണോ കിട്ടാത്തത് അത് എഴുതും. ഓക്കെ. അപ്പോൾ എൻട്രി ഒന്നുകൂടിയും പറയാം. കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. എമൗണ്ട് എത്ര വരിക? 1,000. ക്ലിയർ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ ലിമിറ്റഡ് കമ്പനി ഹൂസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ₹2,50,000. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 2,50,000 ആണ്. ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 25,000 ഷെയർസ്. എന്നിട്ട് അതിൽ 16,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. 16,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. മൊത്തം 25,000 ഷെയർസ് ഉണ്ട്. അതിൽ 16,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. 10 രൂപയാണ് ഷെയറിൻ്റെ വാല്യൂ. എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്? പേയബിൾ ടു ഓൺ അപ്ലിക്കേഷൻ, 4 ഓൺ അലോട്ട്മെൻറ്റ്, 4 ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ 2 രൂപ അപ്ലിക്കേഷന്, 4 രൂപ അലോട്ട്മെൻറ്റ് മണിയായിട്ടും 4 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളായിട്ടും. എന്നിട്ട് പറയുന്നത് ഈ ഷെയർ ഹോൾഡർ ഹാവിങ് 600 ഷെയർസ്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡറുടെ കയ്യിൽ 600 ഷെയർ ഉണ്ട്. അയാൾ ഫെയിൽ ടു പേ കോൾ മണി. കോൾ മണി പേ ചെയ്യാൻ പറ്റിയിട്ടില്ല, കോൾ മണി പേ ചെയ്തിട്ടില്ല. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് നെസസറി ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എക്സ്ട്രാ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കൂടിയും പഠിക്കാം. അപ്പോൾ ജേണൽ എൻട്രീസ് നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് നമുക്ക് ആദ്യം എഴുതാം. നമ്മൾ സ്പീഡായിട്ട് പറഞ്ഞു പോകണം. എങ്ങനെയാണ്? ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് എഴുതേണ്ടത്. അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത് എത്രയാണ്? അപ്ലിക്കേഷൻ മണി 2 രൂപ. എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? 16,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 16,000 × 2,
ദാറ്റ് ഈസ് 32,000 ആണ് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ആദ്യം അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത് എഴുതി. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ ദാറ്റ് ഈസ് 32,000. ഇനി ഈ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ എൻട്രി വിൽ ബി ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് സെയിം തന്നെയാണ് 32,000. ക്ലിയർ? ഇനി നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുകയാണ് ചെയ്യാം. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്ത് വരിക? ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 64,000. എങ്ങനെയാണ് 64,000 കിട്ടിയത്? 16,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 4 രൂപയാണ് അലോട്ട്മെൻറ്റ് മണി. അപ്പോൾ ഡ്യൂ ആകുമ്പോൾ എൻട്രി നമ്മൾ എഴുതി. ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 64,000. ഇനി ഈ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി നമുക്കറിയാം. എന്താണ് അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. എമൗണ്ട് സെയിം തന്നെയാണ് 64,000. അലോട്ട്മെൻറ്റ് മണി മുഴുവനായിട്ടും റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രിയും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് അലോട്ട്മെൻറ്റ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാണ്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൻ്റെ വാല്യൂ എത്രയാണ്? 4 രൂപയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആകുമ്പോൾ എൻട്രി, ആദ്യം ഡ്യൂ ആകുമ്പോൾ എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര വരിക? 64,000. എങ്ങനെയാണ് 64,000 കിട്ടിയത്? 16,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. എത്ര രൂപ വെച്ചിട്ട്? 4 രൂപയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി. അപ്പോൾ 16,000 ഇൻറ്റു 4 64,000 കിട്ടി. ഓക്കെ. ഇനി ഈ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. എമൗണ്ട് എത്ര വരിക നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. 600 ഷെയറുള്ള ഒരാൾ ഏത് പേ ചെയ്തിട്ടില്ല? കോൾ മണി പേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 600 ഇൻറ്റു 4 എത്ര വരിക? 2,400. അപ്പോൾ ഈ 2,400 പേ ചെയ്തിട്ടില്ല എങ്കിൽ 2,400 എന്താണ്? കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. അപ്പോൾ ആ കോൾസ് ഇൻ അരിയേഴ്സ് തന്നെ അൺപെയ്ഡ് കോളാണ് അല്ലേ? അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? ആ എമൗണ്ട് ലെസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ടാണ് ബാങ്കിലേക്ക് റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ കോൾ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. എമൗണ്ട് എത്ര വരിക? 61,600. എങ്ങനെ 61,600 കിട്ടി? 64,000 ആണ് ഡ്യൂ ആയിട്ടുള്ളത് അല്ലേ? അതിൽ 2,400 കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. അപ്പോൾ ആ എമൗണ്ട് ലെസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ടാണ് ഏത് വരിക? 61,600 വരിക. അതാണ് ബാങ്കിലേക്ക് റിസീവ് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ എൻട്രിയും കൂടി എഴുതി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഇതിൻ്റെ ജാലൻട്രീസ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ എൻട്രി എന്താണ്? കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? ദാറ്റ് ഈസ് 2,400. അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 2,400. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ജാലൻട്രീസ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പഠിച്ചു. കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡ് ഉണ്ടാകും. ലാബിലിറ്റി സൈഡിൽ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 25,000 ഷെയർസ് അറ്റ് ₹10 ഈച്ച് 2,50,000 അല്ലേ? ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2,50,000 ആണ്. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഒക്കെ എത്രയാണ്? 16,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. കോൾഡ് അപ്പ് ക്യാപിറ്റലും 60,000 ആണ്, സബ്സ്ക്രൈബ്ഡും 60,000 ആണ്. ഓക്കെ. അപ്പോൾ അതിൽ ഡൗട്ടില്ല. അപ്പോൾ 16,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു, അത് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു, ആ മുഴുവൻ എമൗണ്ടും കോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 16,000 ഷെയർസ് ₹10 ഈച്ച്. അപ്പോൾ എത്ര വരിക? 1,60,000. 1,60,000. ഓക്കെ. ഇനി പെയ്ഡ് അപ്പ്
പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കോൾസ് ഇൻ അരിയേഴ്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 1,60,000. അതിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് ലെസ് ചെയ്യുക. കോൾസ് ഇൻ അരിയേഴ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ടുള്ള 2,400 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,57,600 എന്ത് കിട്ടും? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമ്മൾ എഴുതി. ടോട്ടൽ എത്രയാണ്? 1,57,600. ഓക്കെ. അപ്പോൾ ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രമേ അതിൻ്റെ ടോട്ടൽ മാത്രമേ കാണിക്കുള്ളൂ. കാരണം ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് ഇത് ഈ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഒരു ഭാഗമാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലും അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ് ആക്ച്വലി എന്ത് ചെയ്യില്ല ക്യാപിറ്റലായിട്ട് കാണിക്കുക. അപ്പോൾ ക്യാപിറ്റൽ എത്രയാണ്? 1,57,600. ഇനി ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ബാങ്കിലേക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 1,57,600 ആണ് കിട്ടിയിട്ടുള്ളത്. 2,400 എന്താണ്? കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. അപ്പോൾ അത് ബാങ്കിലേക്ക് കിട്ടില്ല. ഓക്കെ. അപ്പോൾ മൊത്തം കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്? 1,60,000 നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് ലെസ് ചെയ്ത എമൗണ്ട് ആണ് ബാങ്കിലേക്ക് കിട്ടുക. ദാറ്റ് ഈസ് 1,57,600. അപ്പോൾ അതെടുത്ത് എഴുതി. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. സിമ്പിൾ അല്ലേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും? അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും ചോദിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന ടോപ്പിക്കിൽ ജേർണൽ എൻട്രീസും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും 2 പ്രോബ്ലംസൊക്കെ ചെയ്തു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ.